ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈയിലൊക്കെ നല്ല വെള്ളക്കെട്ടുണ്ട്. മാത്രമല്ല, ഒരു 8:30 മണിയാകുമ്പോഴേക്കും ഈ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരതൊടും. അതോടെ കുറച്ചുകൂടെ നാശനഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മളും വ്യാപകമായ ഒരു കവറേജ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം തന്നെ തുടരുക. അപ്പം നമ്മൾ ആരംഭിക്കുന്നു പ്രൈം ടൈം വിത്ത് SKN. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടു എന്ന വാർത്തയാണ്. ഫിൻജാലിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ ആദ്യ ഭാഗം കരതൊട്ടു. മണിക്കൂറിൽ 7 കിലോമീറ്ററാണ് നിലവിൽ കാറ്റിൻ്റെ സഞ്ചാരവേഗം. മധ്യഭാഗം കരതൊടുമ്പോൾ അത് 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. 10 ജില്ലകളിൽ രാത്രി 10 മണി വരെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ചെന്നൈയിൽ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടിലേക്ക് മാറ്റി. റെഡ് അലർട്ടായിരുന്നു, അത് ഓറഞ്ച് അലർട്ടായി. 100-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ ഷോക്കേറ്റ് 3 പേർ മരിച്ചുവെന്നും വാർത്തയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഗീസ്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ, അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനീഷ് മൂർത്തി, ഒരു എക്സ്പ്ലെയിനറുമായി പ്രജിൻസി കണ്ണനും ചേരും. ആദ്യം ചെന്നൈയിലേക്ക് നമുക്കിപ്പോൾ മുഹമ്മദ് റഗീസ് ചേരുന്നു. റഗീസ്, ഇപ്പോൾ അവസ്ഥ എന്താണ്? കാരണം 8:30 മണിക്ക് ഇത് കരതൊടും എന്നായിരുന്നല്ലോ വാർത്ത. പൂർണ്ണമായും തീരം തൊട്ടെങ്കിലും പൂർണ്ണമായും കരതൊടുന്നത് 8:30 ആയിരിക്കും. ആ സമയത്ത് ചില അത്യാഹിതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ, അപ്ഡേറ്റ്സ്? SKN, നിലവിൽ തമിഴ്നാടിനേക്കാൾ ഏറ്റവും കൂടുതൽ ആശങ്ക പുതുച്ചേരിയിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ ചില മേഖലയിൽ, വിഴുപ്പുറം പോലെയുള്ള ചില മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര വലിയ മഴ തമിഴ്നാട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ, ഇനിയുള്ള 3 മണിക്കൂർ അതിനിർണായകമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിലേക്ക് എത്തുന്നതോടുകൂടി കാറ്റിൻ്റെ വേഗത ശക്തമാകും. നിലവിൽ 60 കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് കാറ്റ് പോകുന്നത്. പക്ഷേ ആ വേഗമായിരിക്കില്ല ഇനി കാറ്റിനുണ്ടാകുന്നത്. കാറ്റ് അതിശക്തമായി വീശും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അതിൽ തന്നെ ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, വെല്ലൂർ, റാണിപ്പെട്ട്, തിരുപ്പത്തൂർ, ധർമ്മപുരി, തിരുവണ്ണാമലൈ, കള്ളാക്കുറിച്ചി, വിഴുപ്പുറം, ഒപ്പം തന്നെ കടലൂർ ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ അടുത്ത 2 മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു വെതർ അപ്ഡേറ്റ് ഉണ്ടാകുന്നത് 10 മണിക്കാണ്. ആ 10 മണിക്ക് മുൻപ് ഈ പ്രദേശങ്ങളിലൊക്കെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും. പക്ഷേ ഈ കാറ്റ് അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാറ്റിൻ്റെ ഒരു അതിശക്തമായ കാറ്റടിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകില്ല. പക്ഷേ മരച്ചില്ലകളടക്കം വീഴുന്ന തരത്തിൽ, ചെറിയ മരങ്ങളൊക്കെ വീഴുന്ന തരത്തിൽ കാറ്റിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മഴ പെയ്യും. ഈ കാറ്റടിച്ചതിന് ശേഷമാകും ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായ മഴ പെയ്യുന്നത്, അതിശക്തമായ മഴ പെയ്യുന്നത്. എന്തായാലും നാളെ രാവിലെ വരെ തമിഴ്നാട്ടിലെ ഈ ജില്ലകളിൽ, ഒപ്പം തന്നെ ചെന്നൈയിലും തിരുവള്ളൂരിലും കൃഷ്ണഗിരിയിലും ഒക്കെ തിരുവാരൂരിലുമൊക്കെ മഴ കനക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയുള്ള 3 മണിക്കൂർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇത് പുതുച്ചേരിയോട് ചേർന്നായിരിക്കും, മഹാബലിപുരത്തിനും കാരയ്ക്കലിനും ഇടയിൽ പുതുച്ചേരിയോട് ചേർന്നായിരിക്കും ഇത് കരതൊടുക, ഫിൻജാൽ ചുഴലിക്കാറ്റ് കരതൊടുക എന്നുള്ളതായിരുന്നു. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെയൊക്കെയും കുഴക്കിയ ഒരു ചുഴലിക്കാറ്റാണിത്. കാരണം കൃത്യമായി ഒരു തരത്തിലുള്ള പിടിയും തരാതെ, വേഗത പോലും കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുതുച്ചേരി തൊട്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഔട്ടർ ലൈനാണ് ഇപ്പോൾ തമിഴ്നാട് തീരത്തോട് പുതുച്ചേരിയോടൊക്കെ ചേർന്നുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. ശേഷം അതിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ്, പ്രധാന പോയിന്റ് ഉടൻ തന്നെ തമിഴ്നാട് തീരത്തേക്ക് വരികയാണ്. അപ്പോൾ ചെന്നൈക്ക് മുകളിലുള്ള ഒരു ജില്ലകൾ, നേരത്തെ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിലൊക്കെയാണ് അതിശക്തമായ മഴയുണ്ടാകുന്നത്. ഒപ്പം തന്നെ കടൽക്ഷോഭം രൂക്ഷമാകും, തിരമാലകൾ വലിയ ഉയരത്തിലടിക്കും. അപ്പോൾ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം. ഇതിനോടകം തന്നെ ഇവിടെയുള്ള ഒരുപാട് പേരെയും ദുരിതാശ്വാസ
ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന മിനിറ്റുകളിൽ എന്തായാലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ചുഴലിക്കാറ്റിൻ്റെതായി പ്രതീക്ഷിക്കപ്പെടുന്ന വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ തുടരുന്ന പ്രദേശങ്ങളുണ്ട്, വെള്ളക്കെട്ട് തുടരുന്ന പ്രദേശങ്ങളുണ്ട്. ചെന്നൈയിലൊക്കെ മഴ അവസാനിച്ചു, പക്ഷേ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നുണ്ട്. പലയിടത്തും വൈദ്യുതിയില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം പലർക്കും ഷോക്ക് ഏറ്റുകൊണ്ട് നിലവിൽ 3 മരണമാണ് ചെന്നൈയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് ഇല്ലാതെ അവസാനം പിന്നീട് കറണ്ട് വരുമ്പോൾ ഷോക്കേറ്റ് ഉണ്ടാകുന്ന മരണം, അങ്ങനെ ആളുകൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. ഈ നദികളിലെയൊക്കെ ജലനിരപ്പ് എന്തായാലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് നിലവിൽ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വലിയ ആശങ്ക നിലവിലില്ല. പക്ഷേ ഈ മഴ എന്തായാലും ഇന്ന് രാത്രി ചെന്നൈയിലും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഈ പറഞ്ഞ 10 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 6 ജില്ലകളിലും അടക്കമൊക്കെ വ്യാപകമായിട്ടുള്ള മഴ പെയ്യും. ഒപ്പം തന്നെ കാറ്റടിക്കുകയും ചെയ്യും. പക്ഷേ കാറ്റ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയ കാറ്റടിക്കില്ല എന്നുള്ളൊരു രീതിയാണ് നിലവിലുള്ളത്. അത്തരത്തിലൊരു നിഗമനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ളത്. അങ്ങനെ അവർ കൃത്യമായിട്ട് ഈ ഒരു സൈക്ലോണിൻ്റെ ആ ഒരു തീവ്രത, അതിൻ്റെ വേഗം ഒക്കെയും മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നം ഈ സൈക്ലോൺ കാറ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാകില്ല. പക്ഷേ മഴ ചെന്നൈയിൽ എന്തായാലും പെയ്യും. കഴിഞ്ഞ ഒരു 5:30 കൂടി ചെന്നൈയിലും പരിസര ജില്ലകളിലുമൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് കനത്ത മഴയുള്ളത്. പക്ഷേ കാറ്റതിരൂക്ഷമായി അടിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും റോഡിലേക്ക് മരം വീഴുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെയും പോലീസ് വഴിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും എങ്ങോട്ടാണ് പോകുന്നത്, അത്യാവശ്യ ഘട്ടമാണോ, അത്യാവശ്യ കാര്യങ്ങൾക്കാണോ പുറത്തു പോകുന്നത് എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക പേരും പുറത്തിറങ്ങിയിട്ടില്ല. ഈ രാത്രി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കരുത് എന്ന തരത്തിൽ അതൊരു ഔദ്യോഗികമായ അറിയിപ്പല്ല എങ്കിൽ കൂടിയും പോലീസ് കൃത്യമായി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെയും അടയ്ക്കണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശം ഇവർക്ക് നൽകുന്നുണ്ട്. പുതുച്ചേരിയാണ് ചെന്നൈയിൽ വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 മരണമുണ്ടായി എന്ന വാർത്ത. ഏറ്റവും അവസാനം ചെന്നൈയിൽ ഷോക്കേറ്റാണ് ഒരാൾ മരിച്ചത്. വ്യാസറപാടി ഗണേശ്വരം സ്വദേശി ഇസൈവാനനാണ് മരിച്ചത്. ടണലിലെ വെള്ളം നീക്കം ചെയ്യുന്നതിനിടെ ഷോക്കേറ്റു. ഇതോടെ ചെന്നൈ നഗരത്തിൽ മരണം 3ആയി. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേരിട്ട് ഇക്കാര്യത്തിൽ സംബന്ധിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ വലതുഭാഗത്തായി കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ചും ചെന്നൈയിലും തമിഴ്നാട്ടിലും താമസിക്കുന്ന മലയാളികൾക്ക് മഴക്കെടുതിയുടെ വാർത്തകൾ നേരിട്ട് അറിയിക്കാനും സംസാരിക്കാനും വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് 24 ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വലത് ഭാഗത്തേക്ക് നോക്കുക, നേരിട്ട് സംവദിക്കാം എന്നെഴുതി ലോഗോയുടെ തൊട്ട് താഴെയുള്ള സ്ഥലം, അവിടെ OTS എന്നൊക്കെ നമ്മൾ ടെക്നിക്കലി പറയും. ആ സ്ഥലത്ത് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് എന്നോട് സംസാരിക്കാം. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ മലയാളി സുഹൃത്തുക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, നമസ്കാരം. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ചെന്നൈയിൽ നിന്ന് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്താണ്? നമസ്കാരം SKN. ചെന്നൈയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഫിൻജാൽ ചുഴലിക്കാറ്റ് അത് കര തൊട്ടിട്ടുണ്ട്. അതിൻ്റെ ആ മുൻഭാഗം കര തൊട്ടിട്ടുണ്ട്. തീവ്രമായ അതിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത് കൃത്യമായി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. 60 കിലോമീറ്റർ വേഗതയിൽ, മണിക്കൂറിൽ 60 കിലോമീറ്ററിൻ്റെ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് അടിക്കുക എന്നതായിരുന്നു ആദ്യം വന്ന സൂചനകളെങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റും തുടർന്ന് അതിനോട് ചേർന്നുള്ള മഴയും ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒന്ന് വടക്കൻ തമിഴ്നാടാണ്. അതായത് തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലയിലുള്ള ജില്ലകൾ, പിന്നെ പുതുച്ചേരി, പിന്നെ തെക്കൻ ആന്ധ്ര തീരം. ഈ 3 പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റിന് മുന്നറിയിപ്പ് സംവിധാനം എന്ന നിലയിൽ റെഡ് മെസ്സേജ് നൽകിയിരിക്കുന്നത്. അതിൽ ആശ്വാസകരമായി നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വിവരം, ചെന്നൈ നഗരത്തിൽ നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. ചെന്നൈ നഗരത്തിന്റെ പ്രശ്നം അവിടെ ശക്തമായ മഴ തുടർന്ന് പെയ്തുകൊണ്ട് ഇരുന്നാൽ, അതായത് തുടർച്ചയായി ശക്തമായ മഴയുണ്ടെങ്കിൽ അവിടെ ഒരു പ്രളയ സാധ്യതയുണ്ട് എന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4 തവണ ചെന്നൈയിൽ പ്രളയം ബാധിച്ചിട്ടുണ്ട്. 2015-ലും 19-ലും 21-ലും 23-ലും പ്രളയം കണ്ടതാണ് ചെന്നൈയിൽ. അതായത് 11 മുതൽ 12 സെന്റിമീറ്റർ വരെ മഴ തുടർന്ന് പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്റർ മഴ പെയ്യുകയും അങ്ങനെ 48 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ചെന്നൈയിൽ പ്രളയബാധിത മേഖലയായി അത് മാറും. ആ ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ ചെന്നൈയിലുള്ളത്. പ്രധാനമായും ചെന്നൈയിൽ 4000-ഓളം റോഡുകൾ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ 4000-ഓളം റോഡുകൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചുഴലിക്കാറ്റിന്റെ തീവ്രത ഏത് തരത്തിലായിരിക്കും തമിഴ്നാട് തീരത്ത് അനുഭവപ്പെടുക, എത്ര ശക്തമായ കാറ്റും മഴയുമാണ് ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചെന്നൈ നഗരത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഇപ്പോൾ ജാഗ്രത വേണ്ടത്, ഇപ്പോൾ ശ്രദ്ധ വേണ്ടത് തമിഴ്നാടിന്റെ വടക്കൻ മേഖലകളിലുള്ള ജില്ലകളിലാണ്. ആ ജില്ലകളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലുള്ളവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ചെന്നൈ നഗരത്തിൽ മാത്രം ഏതാണ്ട് 2,32,000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിലായി 2000-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ ഇടപെട്ട് നടത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, കേന്ദ്ര ദുരന്ത നിവാരണ സേന എന്നിവർ പൂർണ്ണ സജ്ജമായി തന്നെ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉന്നതതല യോഗം വിളിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ SKN റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഒന്ന് ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, വെല്ലൂർ, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, ധർമ്മപുരി, തിരുവണ്ണാമലൈ, കള്ളാകുറിച്ചി, കടലൂർ, വില്ലുപുരം, പുതുച്ചേരി, ഇങ്ങനെ 8 ജില്ലകളിലാണ്, ഇങ്ങനെ 10 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുച്ചേരി SKN നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ പോകരുത്, വിനോദസഞ്ചാരികൾ ഈ മേഖലകളിൽ എത്തരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. ചെന്നൈ നഗരത്തിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകണം. പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് അവർ മാറി താമസിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകട സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്പറുകളിൽ അവർക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. കുട്ടികളെ പുറത്തിറക്കരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളോട് സുരക്ഷിത ഇടങ്ങളിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ SKN പല മലയാളികളും ചെന്നൈയിലുള്ള പല മലയാളി സുഹൃത്തുക്കളും 24-മായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പലർക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകളിലുണ്ട്, അവർക്ക് പലപ്പോഴും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നതാണ്. എവിടെയാണോ ആളുകൾ നിൽക്കുന്നത് അവിടെ സുരക്ഷിതമാണ് ആ പ്രദേശം എന്ന്, ആ സ്ഥലം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുകയും അവിടെ തന്നെ തുടരുകയും ചെയ്യുക. ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SKN ഈ ചുഴലിക്കാറ്റിന്റെ ഒരു സവിശേഷത, അതായത് നവംബർ 23-നാണ് ഈ ചുഴലിക്കാറ്റ് ഒരു ന്യൂനമർദ്ദമായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് ISROയുടെ 2 ഉപഗ്രഹങ്ങൾ, 2 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, ഒന്ന് EOS-6, മറ്റൊന്ന് INSAT 3DR, ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട ആ ദിവസം മുതൽ ഇതിന്റെ സഞ്ചാരപാത കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം SKN ഇതിന്റെ സഞ്ചാരപാതയിൽ എത്ര തീവ്രതയിലാണ് ഈ കാറ്റ് വീശുക എന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ മുൻഭാഗം കരയിൽ തൊട്ടു എന്നുള്ള വിവരം വരുമ്പോൾ അവിടെ തീവ്രത വളരെ നേരിയ തോതിൽ മാത്രമാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പൂർണ്ണമായി കരയിലേക്ക് ഈ ചുഴലിക്കാറ്റ് കടക്കുന്നതോടുകൂടി ഇതിന്റെ തീവ്രത 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും കരയിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് പ്രധാനം. അത് ശക്തമായ കാറ്റും തുടർച്ചയായ മഴയുമായി മാറുകയാണെങ്കിൽ ചെന്നൈ നഗരം അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത ആവശ്യമായി വരും. ഓക്കെ, താങ്ക് യു. KR ഗോപികൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ഒരുപാട് പ്രേക്ഷകർ ചില ദൃശ്യങ്ങളുടെയും മഴക്കെടുതികളുടെയും മഴയുടെയും വെള്ളക്കെട്ടിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ അയച്ചു തന്നു. പേരമ്പൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ അയച്ചു തന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ പകർത്തിയ ദൃശ്യമാണ്. മഴക്കെടുതിയുടെ ചില ഭാഗങ്ങളൊക്കെ റോഡിൻ്റെ ഇരുവശങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്ന ദൃശ്യമാണ്, ഒരു തെരുവിൻ്റെ ദൃശ്യമാണ് അദ്ദേഹം പേരമ്പൂരിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ മറ്റു ചില ദൃശ്യങ്ങളും പ്രേക്ഷകർ അയച്ചിട്ടുണ്ട്. പേരമ്പൂരിലെ ഒരു ഏരിയൽ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും താങ്ക് യു പേരമ്പൂരിലെ പ്രേക്ഷക സുഹൃത്തെ. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചെന്നൈയിലെ മലയാളി സുഹൃത്തുക്കൾ അയച്ചു തന്ന ദൃശ്യങ്ങളാണ് ഇതിൽ കൂടുതലും. അവിടെ നന്നായിട്ട് അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 7 കിലോമീറ്റർ ആണെങ്കിൽ കര പൂർണ്ണമായും തൊട്ട് കഴിയുമ്പോൾ 90 കിലോമീറ്റർ വേഗത്തിൽ ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശും എന്നാണ് അറിയുന്നത്. പുതുച്ചേരിയിലൊക്കെ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാവിലെ വരെ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുകൂടിയുള്ള നിർദ്ദേശവും വന്നു കഴിഞ്ഞു. ഇനി നമുക്കൊപ്പം
തമിഴ്നാട്ടിലൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള മനീഷ് മൂർത്തി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സെൻട്രൽ ഡെസ്കിൽ നിന്ന് മനീഷ് മൂർത്തി, ഏറ്റവും ലേറ്റസ്റ്റായി ലഭിച്ച വിവരമനുസരിച്ച് ജനങ്ങൾ ഏതൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചത്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN IMD-യുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ 8:30 വന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് പ്രകാരം 40 കിലോമീറ്ററാണ്, അതായത് പുതുച്ചേരിയിൽ നിന്ന് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റായി 40 കിലോമീറ്ററിലാണ്, 40 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിലവിൽ കാറ്റിൻ്റെ പ്രധാന ഭാഗമുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ കാറ്റിൻ്റെ ആദ്യ ഭാഗം കര തൊട്ട് കഴിഞ്ഞു. അത് ചെന്നൈയിലും അതുപോലെ തന്നെ ചെന്നൈ മുതൽ അവിടെ പുതുച്ചേരി വരെയുള്ള മേഖലകളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു രൂക്ഷഭാവം ഇപ്പോൾ നിലവിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെന്നൈ മുതൽ അങ്ങോട്ട് കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട്, പുതുച്ചേരി, കാരക്കൽ വരെയുള്ള മേഖലകളിൽ എന്തായാലും ആ ഒരു കാറ്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാറ്റ് വീശിയടിക്കുന്ന ഒരു നിലയുണ്ട്. പ്രത്യേകിച്ച് മഹാബലിപുരം പോലുള്ള മേഖലകളിൽ ചോദിക്കുന്നുണ്ട്, ഇത് കാരക്കലിനെ ബാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരക്കലിനെ ഇത് ബാധിക്കുമല്ലേ? തീർച്ചയായും SKN, കാരണം കാരക്കൽ മുതൽ ഇങ്ങോട്ട്, അതായത് ഇതിന്റെ ലാൻഡ്ഫാൾ കര തൊടുന്ന സ്ഥലം എന്ന് പറയുന്നത് കാരക്കലിനും പുതുച്ചേരിക്കും ഇടയിലാണ് എന്നുള്ളതാണ്. അതായത് പ്രധാന ഭാഗം കര തൊടുന്നത് ഈ മേഖലയിലായിരിക്കും എന്നുള്ളതാണ്. വൈകുന്നേരം മുതൽ തന്നെ ഈ ഒരു കാറ്റിന്റെ ഭാവം മാറ്റം, അത് നമ്മൾ നേരത്തെ മുതൽ തന്നെ ഈ കാറ്റ് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വലിയ തോതിലുള്ള ഭാവമാറ്റം, വേഗമാറ്റം എല്ലാം തന്നെ ഈ കാറ്റിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 13 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ കാറ്റുണ്ടായിരുന്നത്. ആ സമയത്ത് അലേർട്ട് വരെ പിൻവലിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നത്, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് വരെ പിൻവലിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി 13 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വരുമ്പോൾ ഭയപ്പെടേണ്ടതില്ല എന്ന IMD-യുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലേർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് വളരെ വേഗത്തിൽ കാറ്റിന്റെ കാര്യങ്ങൾ മാറുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 6 മണിക്കൂർ, ഉച്ചയ്ക്ക് വന്ന അലേർട്ട് പ്രകാരമാണ് 6 മണിക്കൂറോളം 7 കിലോമീറ്റർ വേഗം, നിലവിലും 7 കിലോമീറ്ററാണ് ഈ കാറ്റിന്റെ വേഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ ഒരു വേഗത്തിൽ തന്നെയാണ് നിലവിലുള്ള സഞ്ചാര വേഗം എന്ന് പറയുന്നത്. കാറ്റിന്റെ സഞ്ചാര വേഗം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ പെർ ഹവർ ആണ്. പക്ഷേ ഇത് കരയിലേക്ക് എത്തുമ്പോൾ ഇത് വീശി അടിക്കുന്ന വേഗം എന്ന് പറയുന്നത്, കാറ്റിന്റെ ശക്തി എന്ന് പറയുന്നത് ഏകദേശം 90 കിലോമീറ്ററോളം വരും എന്നുള്ളതാണ്. നേരത്തെ ഇത് പറഞ്ഞിരുന്നത് 60-70 കിലോമീറ്റർ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 90 കിലോമീറ്റർ വേഗം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും പുതുച്ചേരിയിലും കാരക്കലിലും ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ആ മേഖലയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പുതുച്ചേരി മുതൽ ഇവിടേക്ക്, കാരക്കൽ മുതൽ ചെന്നൈ വരെയുള്ള ആ ഒരു മേഖല, ആ ഒരു മേഖലയിലുള്ള 4-5 ജില്ലകൾ വലിയ തോതിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ കാറ്റ് ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ, അതായത് കൃത്യമായി ഓരോ മിനിറ്റിലും IMD കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി തന്നെ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ രൂപമാറ്റം, ഭാവമാറ്റം എല്ലാം തന്നെ കൃത്യമായി തന്നെ അലേർട്ടുകളായി എന്തായാലും മുൻപിൽ വരുന്നുണ്ട്. അപ്പോൾ അല്പസമയം മുമ്പ് 8:30 വന്ന അലേർട്ടാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അത് പ്രകാരമാണെങ്കിൽ കാറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പുതുച്ചേരിയിൽ നിന്ന്, പുതുച്ചേരി ഷോറിൽ നിന്ന്, പുതുച്ചേരി തീരത്ത് നിന്ന് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റായി 40 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അത് കരയിലേക്ക് എത്താൻ അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളത് കൂടി ആ ഒരു കാര്യമുണ്ട്. എന്തായാലും അലേർട്ടുകൾ ഓരോ അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൃത്യമായ അലേർട്ടുകൾ എന്തായാലും വരുന്നുണ്ട്. ചെന്നൈയെ സംബന്ധിച്ച് ഒരു ആശ്വാസം എന്ന് പറയുന്നത്, നിലവിൽ ചെന്നൈയിൽ റെഡ് അലേർട്ട് ആയിരുന്നു. അത് അല്പസമയം മുമ്പ്, അതായത് കാറ്റിൻ്റെ വേഗവും കാറ്റിന്റെ ദിശയും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വന്ന അലേർട്ടിൽ എന്തായാലും ചെന്നൈയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് ഇല്ല, അത് ഓറഞ്ച് അലേർട്ടിലേക്ക്. രാത്രി 10 മണി വരെയുള്ള കണക്കുകളാണ്, രാത്രി 10 മണി വരെ അലേർട്ടുകളാണ്. അത് നിലവിലുള്ള സാഹചര്യത്തിൽ 10 മണി വരെ ചെന്നൈയിൽ എന്തായാലും ഓറഞ്ച് അലേർട്ട് ഇല്ല. 13 ജില്ലകൾക്കായിരുന്നു. എല്ലാ സുഹൃത്തുക്കൾ യൂട്യൂബിലൂടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ തമിഴ്നാട്ടിൽ അടിക്കുന്ന ഈ ചുഴലിക്കാറ്റിന് കേരളത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ, നമ്മളെന്നെങ്ങാനും സൂക്ഷിച്ചിരിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾക്ക് സൂക്ഷിക്കേണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കിടന്നുറങ്ങാമെന്നുള്ളതാണെന്ന് തോന്നുന്നു. കേരളത്തിന്റെ തീരദേശ മേഖലകളിലും ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകളെല്ലാം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിന്റെ തീരദേശ മേഖല, പ്രത്യേകിച്ചും അറബിക്കടലിലേക്ക് കാറ്റ് വരാനുള്ള സാധ്യത, അതായത് തീരം തൊട്ടതിന് ശേഷം ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അറബിക്കടലിലേക്കായിരിക്കും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിന്റെ തീരദേശ മേഖലയിലൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തായാലും പറയുന്നത്. നമ്മൾ ആ ഒരു ബെൽറ്റ്, അതായത് കാരക്കൽ മുതൽ ഇങ്ങോട്ട്, കാരക്കൽ, പുതുച്ചേരി, ചെങ്കൽപ്പെട്ട്, അതുപോലെ തന്നെ കാഞ്ചീപുരം, ചെന്നൈ തുടങ്ങി തിരുവള്ളൂർ, ഈ ഒരു 5 ജില്ലകൾ എന്ന് പറയുന്നത്, ആ മേഖല എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ കടലോര മേഖലകളാണ്. അവിടെയുള്ള ആളുകളെ പരമാവധി, അതായത് കടലോര മേഖലയിലുള്ള ആളുകളെയാണ് പരമാവധി മാറ്റിയിരിക്കുന്നത്. ചെന്നൈയിലേക്ക് വന്നാൽ ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഗുമ്മിടിപ്പൂണ്ടി പോലുള്ള മേഖലകൾ, വേലുശ്ശേരി പോലുള്ള മേഖലകൾ, ആ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഒക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറൈൻ
മറീന ബീച്ചിൻ്റെ സമീപത്തുള്ള പട്ടണപ്പാക്കം പോലുള്ള മേഖലകളിൽ നിന്നുള്ള, രായപുരം പോലുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2,32,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന അത്രയും ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മനീഷ് മൂർത്തി. KR ഗോപികൃഷ്ണൻ കൂടി വീണ്ടും നമുക്കൊരു അല്പനിമിഷം ചേരുന്നു. കാരണം കേരളത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മുടെ സുഹൃത്തുക്കളെ കൂടുതലും അറിയേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾക്ക് അതിൻ്റെ ഒരു ഉത്കണ്ഠയുണ്ട്. എന്താണ് ഗോപികൃഷ്ണൻ നമുക്ക് പറയാൻ കഴിയുക? ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് അതിന്റെ ഏറ്റവും തീവ്രതയിൽ അനുഭവപ്പെടാൻ പോകുന്ന 3 ഇടങ്ങൾ ചെന്നൈയിൽ, തമിഴ്നാട്, വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, അതോടൊപ്പം തന്നെ തെക്കൻ ആന്ധ്ര പ്രദേശങ്ങളിലാണ്. പക്ഷേ അതുകൊണ്ട് കേരളം പൂർണ്ണമായി അതിന്റെ തീവ്ര സ്വഭാവം കേരളത്തിൽ ബാധിക്കില്ലെങ്കിൽ പോലും അതിന്റെ ഭാഗമായി കേരളത്തിലെ കാലാവസ്ഥയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ ഇടിയും മിന്നലും മഴയും ഉണ്ടാകും. ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അത് നാളെ തൊട്ട് ഡിസംബർ 1 മുതൽ 4 വരെയുള്ള ഈ 4 ദിവസങ്ങളിലാണ് കേരളത്തിൽ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുക. അതിന്റെ ഭാഗമായി ഏതാനും ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഇങ്ങനെ 7 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ശക്തമായ മഴ, ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ, ഇടിയും മിന്നലോടും കൂടിയുള്ള മഴ, ഈ രീതിയിലായിരിക്കും കേരളത്തിൽ ഈ തീവ്രമായ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ട് അതിനുശേഷം ആന്ധ്ര വഴി അതിന്റെ തീവ്രത കുറയുമ്പോൾ കേരളത്തിൽ ഈ രീതിയിലായിരിക്കും അത് അനുഭവപ്പെടാൻ പോകുന്നത്. താങ്ക് യു ഗോപികൃഷ്ണൻ. PCR ശ്രദ്ധിക്കുക. ചെന്നൈ മേയർ പ്രിയ സംതിങ് ആണ്. പ്രിയ വേണമെങ്കിൽ നമ്മോട് സംസാരിക്കാമെന്ന് താല്പര്യം പറയുന്നു മനീഷ് മൂർത്തി അറിയിക്കുന്നുണ്ട്. ചെക്ക് വിത്തുകാർ ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരുപാട് പ്രേക്ഷകർ നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് പോകാം. ചെന്നൈയിലെ മലയാളികൾ അയച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. താങ്ക്സ് മൈ ഡിയർ മലയാളീസ് ഇൻ ചെന്നൈ. ഇപ്പോൾ ഐമ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ചെന്നൈ പ്രതിനിധി PN ശ്രീകുമാർ തത്സമയം ചേരുന്നു. ശ്രീകുമാർ നമസ്കാരം. ശ്രീകുമാർ, ഏറ്റവും അവസാനം താങ്കൾക്ക് വിവരം ലഭിക്കുമ്പോൾ ചെന്നൈയിലെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ ഈ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കര തൊടുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, അതുപോലെ ചെന്നൈയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ? തമിഴ്നാട്ടിൽ പൊതുവെയുള്ള അവസ്ഥ എന്താണ്? നമസ്കാരം SKN. ഏതാണ്ട് ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെയാണ് നിരന്തരമായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും അതോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 5 മണിക്ക് ശേഷം ഇതിന് രണ്ടിനും ശമനമുണ്ടായിട്ടുള്ളതെന്നാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് വീണ്ടും ആ മഴ, ഒരു ശക്തമായിട്ടുള്ള മഴയുണ്ട്, ഒരല്പം കാറ്റുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഞാൻ നഗരത്തിന്റെ ഒരു ഹൃദയഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ കടൽ തീര പ്രദേശത്തല്ല ഉള്ളത്. എങ്കിൽ പോലും അവിടെ ഒരു വലിയ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാം, ഈ പ്രദേശത്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രദേശത്ത് ഞാനിപ്പോൾ പിടിക്കുമ്പോൾ വലിയൊരു രീതിയിലുള്ളൊരു മഴയോ കാറ്റോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ വൈകുന്നേരം ഏതാണ്ട് 5 മണി വരേക്കും നിരന്തരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, വളരെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതിൻ്റെ കുറച്ച് മുമ്പേ കാണിച്ച ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് ഏതാണ്ട് പകൽ സമയങ്ങളിൽ എടുത്ത ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇത്തരം ഒരു ഭീതിതമായിട്ടുള്ള
ആയിട്ടുള്ള ഒരു അവസ്ഥ ചെന്നൈയിലില്ല. നമ്മളെ തീരം തൊട്ടത് കൂടെ ആവാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് 24 ന്യൂസിലൂടെ പ്രേക്ഷകരെ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു പി എൻ ശ്രീകുമാർ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ചെന്നൈ പ്രതിനിധി കൂടിയാണ് പി എൻ ശ്രീകുമാർ. ഇടയ്ക്കിടെ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. താങ്ക് യു പി എൻ ശ്രീകുമാർ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കേരള വിഷനിലെ ഒരൊറ്റ പിതുക്കിന് 24 കിട്ടുമെന്നുള്ള കാര്യം ഇന്ന് ഞാൻ പറഞ്ഞതേയില്ല. ശ്രദ്ധിച്ചോണം. നിങ്ങൾ സെറ്റ് ഓഫ് ബോക്സ് ഓണായി കഴിഞ്ഞാൽ ഒരു ചാനൽ വീഴുന്നു. അപ്പോൾ നിങ്ങൾ ഒറ്റ പിതുക്ക് കൊണ്ട് നിങ്ങൾക്ക് 24 കിടക്കുന്നു. അപ്പോൾ 24 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുശാലായിട്ട് 24 കാണുന്നു. അപ്പോൾ ഏത് ബട്ടൺ അമർത്തിയാൽ, റിമോട്ടിൽ ഏത് ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് 24 കിട്ടും. മറക്കണ്ട. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. ഫിൻജാൽ ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ കരതൊട്ടു. മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 മരണം. നഗരത്തിൽ വ്യാപക വെള്ളക്കെട്ട്. വിമാനത്താവളം നാളെ പുലർച്ചെ 4 മണി വരെ അടച്ചിട്ടു. 100-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത. 10 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ 24-ന്. അനർഹരെന്ന് കണ്ടെത്തി പട്ടികയിൽ നിന്ന് നീക്കിയ 10,000-ലേറെ പേർക്ക് വീണ്ടും പെൻഷൻ കൊടുത്തു. ഖജനാവിന് നഷ്ടം 4 കോടിയിലേറെ രൂപ. 823 പേർക്ക് ഒരേ പെൻഷൻ ഒന്നിലധികം തവണ നൽകിയെന്നും കണ്ടെത്തൽ. 3,83,00,000 രൂപയുടെ നഷ്ടമെന്ന CAG. കോടികളുടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ. വാർഷിക മസ്റ്ററിംഗിന് ഫേസ് ഓതന്റിഫിക്കേഷൻ നിർബന്ധം. പെൻഷൻ തട്ടിയെടുത്തവരിൽ നിന്ന് തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും. അനർഹരെ തിരികെ കയറ്റിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും വകുപ്പ് തല നടപടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒന്നിച്ചു വാങ്ങിയവർ വരെയുണ്ടെന്ന് CAG റിപ്പോർട്ടിൽ കണ്ടെത്തൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരത്തെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുമായി CPM. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. തെറ്റായ പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് MV ഗോവിന്ദൻ. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം. മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശം തള്ളി. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള രാഹുലിനെ ഏരിയ സെക്രട്ടറിയാക്കി. കായംകുളത്തെ മുൻ CPM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ ചേർന്നു. ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത ലാബുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. 2 സ്കാനിംഗ് സെന്ററുകൾ അടച്ചുപൂട്ടി. സ്ഥാപനങ്ങൾ ലൈസൻസ് റദ്ദാക്കി. സ്കാനിംഗ് റെക്കോർഡുകൾ 2 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് ആരോഗ്യവകുപ്പ്. വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ് വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം. ഒപ്പം രാഹുൽ ഗാന്ധിയും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സഹായം വൈകുന്നതിൽ കേന്ദ്രത്തിന് വിമർശനം. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ദുരിതബാധിതർക്ക് ഉറപ്പ് നൽകി. പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. പരിപാടിയുടെ വിവരങ്ങൾ അറിയിച്ചില്ലെന്നും വിമർശനം. 24 ബ്രേക്കിംഗ്. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടവധിയിൽ നടപടി. 3 ജീവനക്കാരെ സ്ഥലം മാറ്റാൻ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് വെള്ളിയാഴ്ച വീണ്ടും യോഗം ചേരും. ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. മറ്റു വാർത്തകളിലേക്ക്. ഫിൻജാൽ തീരം തൊട്ടു.
ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ആദ്യ ഭാഗം കരതൊട്ടു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടെ പ്രജിൻസി കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഓവർ ടു പ്രജിൻസി കണ്ണൻ. താങ്ക് യു സ്കേൻ. ഫിൻജൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ നൽകിയ പേരാണ്. അതിനർത്ഥം ശക്തമായ കാറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൽ എങ്ങനെയാണ് ഓരോ ചുഴലിക്കാറ്റിനും പേരുണ്ടാക്കുന്നത്? ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായ പേരുകൾ നിർദ്ദേശിക്കാം. അങ്ങനെ സൗദി അറേബ്യ നിർദ്ദേശിച്ച പേരാണ് ഫിൻജൽ. അതാണ് ഇപ്പോൾ നമ്മുടെ തീരത്ത്, ഇന്ത്യൻ തീരത്ത് ചെറിയ ആശങ്ക ഉയർത്തി ഇപ്പോൾ അത് തീരത്തോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന ഭാഗം. നമുക്ക് സാറ്റലൈറ്റ് ഇമേജറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഫ്ലാഗ് പോസ്റ്റ്, അതിലാണ് ഇപ്പോൾ ഈ ഫിൻജൽ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റിന്റെ ഐ ഓഫ് സൈക്ലോൺ, ചുഴലിക്കാറ്റിന്റെ കണ്ണ് എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ഉൾഭാഗത്തുള്ളതാണ്. അവിടെ ഈ ഫ്ലാഗ് പോസ്റ്റിൽ കാണാം 0 km/h, 0 അവിടെ. അതാണ് ചുഴലിക്കാറ്റിന്റെ പ്രത്യേകത. അതിന്റെ ഏറ്റവും ഉൾഭാഗത്ത് ആ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഏറ്റവും കുറവ് വേഗം അനുഭവപ്പെടുക ചുഴലിക്കാറ്റിന്. പക്ഷേ ഔട്ടർ റീജിയനിലേക്ക്, ബാക്കി ഭാഗത്തേക്ക് വരുംതോറും ആ വേഗം കൂടി വരും. ഞാൻ ഈ ഫ്ലാഗ് പോസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ വേഗം കൂടി വരുന്നത്. മാത്രമല്ല അതിൻ്റെ വ്യത്യസ്ത നിറങ്ങളിൽ അത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഔട്ടർ റീജിയനിൽ വരുമ്പോൾ അതൊരു ചുവന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും വേഗം അനുഭവപ്പെടുക. മാത്രമല്ല ഏറ്റവും ഉള്ളിൽ അത് 0 ആയി കിടക്കുന്ന ഭാഗം നീലയാണ്. പിന്നീട് അത് പുറം പാളികളിലേക്ക് വരുമ്പോൾ അത് പച്ചയായും മഞ്ഞയായും ഓറഞ്ചായും പിന്നീട് ഏറ്റവും ഒടുവിൽ ചുവപ്പായും മാറുന്നുണ്ട്. അതിന്റെ വേഗം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കുക, ഞാൻ ഈ ഫ്ലാഗ് പോസ്റ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിപ്പോൾ കടൽ ഭാഗമാണ്, ബംഗാൾ ഉൾക്കടലാണ്. അവിടത്തേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഓരോ റീജിയനിലേക്ക് വരുംതോറും എങ്ങനെയാണ് കിലോമീറ്റർ വ്യത്യാസപ്പെടുന്നത് നോക്കുക. ഏറ്റവും ഔട്ടർ റീജിയനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കടലിൽ ഏതാണ്ട് 60 കിലോമീറ്ററിലധികം വേഗത്തിലാണ് ആ കാറ്റ് വീശുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ ഈ പറയുന്ന ഭാഗത്ത്, അതായത് അതിന്റെ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ തന്നെ ശക്തമായ കാറ്റ് ഉൾക്കടലിൽ വീശുന്നുണ്ട്. അതായത് ആ ചുഴലിക്കാറ്റിന്റെ ഒരു ഭാഗം ഇപ്പോഴും കടലിൽ തന്നെയാണ്, അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് കര തൊട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇനി അടിച്ച് കയറാൻ പോകുന്നത് പ്രധാന ഭാഗമാണ് കരയിലേക്ക്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നതാണ് നമ്മളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുന്നത്. പക്ഷേ വലിയൊരു വേഗം ഇത് കൈവരിക്കില്ല എന്ന കാര്യം ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആകെയുള്ളൊരു അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ സഞ്ചാരഗതിയിലാണ്. അതിങ്ങനെ ഓരോ രീതിയിലും മാറി വരുന്നുണ്ടെന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ സഞ്ചാരഗതി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കുക, ഇപ്പോൾ ഇതിന്റെ ഔട്ടർ റീജിയനിലേക്ക് വരുന്തോറും അത് കൂടി വരുന്നത് കാണാം. ഇനി കരഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കുക. ചെന്നൈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജറി പ്രകാരം ഏതാണ്ട് 30 km/h ഈ കാറ്റിന്റെ വേഗം, അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നത്. 7 കിലോമീറ്റർ എന്നൊക്കെ ഉള്ളത് മണിക്കൂറുകൾ മുൻപ് രേഖപ്പെടുത്തിയ പ്രകാരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ സാറ്റലൈറ്റിൽ കൃത്യമായി പറയുന്നു ഏതാണ്ട് 30 കിലോമീറ്ററൊക്കെ വേഗത്തിൽ ആ കാറ്റ് അവിടെ വീശുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കരഭാഗത്ത് നമുക്കറിയാം അവിടെ വലിയ ബിൽഡിങ്ങുകളുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗം സ്വാഭാവികമായിട്ടൊന്ന് കുറയും. പക്ഷേ ഇനി കടന്നു വരാനുള്ള ഈ മേഖല എന്ന് പറയുന്നത് ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്ന മേഖലയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ്, അതായത് നമ്മുടെ ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ കാറ്റ് വീശുന്നതെങ്കിൽ അത് ചെന്നൈ കേന്ദ്രമാക്കി, ചെന്നൈ ലാക്കാക്കിയാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മാപ്പിൽ കാണിക്കുന്ന ചെന്നൈ, താമ്പരം, ചെങ്കൽപ്പേട്ട്, കൽപ്പാക്കം, ചേയൂര്, മരക്കാനം, പുതുച്ചേരി, ഇതൊക്കെ തീരദേശ മേഖലകളാണ്. ഇവിടെയൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഈ കാറ്റ് വീശും. പക്ഷേ ഈ മേഖലകളിൽ ഇപ്പോൾ ചെന്നൈ അടക്കമുള്ള മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിന് കാരണം മഴ അവിടെ കുറയും, പക്ഷേ കാറ്റ് ശക്തമായി വീശും. കാറ്റിനി കരയിലേക്ക് അടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള പടിഞ്ഞാറൻ മേഖലകളിലാണ് ശക്തമായ മഴ പെയ്യുക. അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന കാര്യമാണ്. അതായത് ഈ തണുത്ത കാറ്റ് വീശിക്കഴിഞ്ഞാൽ അവിടെയുള്ള മരങ്ങളിലും മലയിലും വലിയ ബിൽഡിങ്ങുകളൊക്കെ തട്ടി അവിടെ മഴ പെയ്യും സ്വാഭാവികമായിട്ടും. നേരത്തെ SK അടക്കം സൂചിപ്പിച്ച കാര്യമുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും രീതിയിൽ അതിനെ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ മാപ്പിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതായത് ഈ ഒരു മേഖലയിലേക്കാണ് കാറ്റിന്റെ സഞ്ചാരഗതി എന്ന് പറയുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ കാറ്റ് നീങ്ങുന്നത്, ഈ രീതിയിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ അതിന്റെ അടുത്ത സഞ്ചാരം എങ്ങോട്ടാണ് എന്ന് നോക്കുമ്പോൾ അത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഭാഗങ്ങളിലേക്കാണ്, നമ്മുടെ കോയമ്പത്തൂർ, അതുപോലെ മംഗലാപുരം, കണ്ണൂർ, ആ മേഖലയിലേക്കാണ് കാറ്റിന്റെ ഒരു ഗതി ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ വടക്കൻ കേരളത്തിലായിരിക്കും ഈ പറയുന്ന ഫിൻജൽ എന്ന് പറയുന്ന കാറ്റുകൊണ്ട് കൂടുതലായി മഴ ലഭിക്കുക എന്നൊരു പ്രഡിക്ഷനിലേക്ക്, എന്നൊരു അനുമാനത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിലെത്താം. കാരണം ഈ മേഖലയിലുള്ള എന്താണ് പറയുക, പശ്ചിമഘട്ട മലനിരകളുണ്ട്, അവിടെയൊക്കെ ഈ കാറ്റ് തട്ടി ഈ മേഖലയിൽ കൂടുതലായി മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഒന്ന് കാണുന്നത്. ഇനി നമുക്ക് ഒരു ഗ്രാഫ് കൂടി കാണണം, അതായിരിക്കും കൂടുതൽ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുക. അത് പറയുന്നതിന്റെ സഞ്ചാരഗതിയിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അത് നോക്കുക, ബംഗാൾ ഉൾക്കടലിൽ ആദ്യം രൂപം കൊണ്ടത് ഇവിടെയാണ്, ന്യൂനമർദ്ദമായി രൂപം കൊള്ളുന്നു, പിന്നീട് ചുഴലിക്കാറ്റായി മാറുന്നു. അതിന്റെ സൈക്ലോണിന്റെ സഞ്ചരിച്ച മേഖലകളാണിത്. നോക്കുക, ആദ്യഘട്ടത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഇതിന്റെ സഞ്ചാരഗതി ഉണ്ടായത്. അത് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു,
ഇപ്പോഴുള്ള സ്ഥലം ഇതാണ്. ഇതാണ് സൈക്ലോണിന്റെ ഐ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണുള്ളത്. ചെന്നൈയോട് ചേർന്ന് കിടക്കുന്നു. ഒരു ഭാഗം ചെന്നൈയിലേക്ക് വീശി അടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിഫ്ലക്ഷൻ, അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള ഗതിയിൽ നിന്നും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത് പടിഞ്ഞാറിലേക്ക് നീങ്ങുന്നു. പ്രോപ്പർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇനി ഈ പറയുന്ന വയലറ്റ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗം പ്രഡിക്ഷനാണ്. അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രഡിക്ഷനാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായി പറയുന്നു, ഇത് പടിഞ്ഞാറിലേക്ക് തന്നെയായിരിക്കും അടിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കടന്നു പോവുക കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലൂടെ, മംഗലാപുരത്തിനിടയിലൂടെ പടിഞ്ഞാറേക്ക് വരും. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മലനിരകളുണ്ട്, അവിടേക്ക് ശക്തമായ മഴ പെയ്യും എന്നൊരു പ്രഡിക്ഷൻ, ഒരു അനുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. മൈസൂർ അടക്കമുള്ള മറ്റു മേഖലകളിലും ശക്തമായ മഴയുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, താങ്ക് യു പ്രജിൻസി കണ്ണൻ. എന്തായാലും തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ വരെ ആളുകൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാനും പാടില്ല. മീൻ പിടിക്കാൻ പോകുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ്. വെള്ളക്കെട്ടും ചെന്നൈയുടെ പല ഭാഗത്തും രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും നല്ല കാറ്റടിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഗീസ് അവിടെ നിന്നും അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് മടങ്ങിപ്പോകാം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. അനർഹരെന്ന് കണ്ടെത്തി പട്ടികയിൽ നിന്ന് നീക്കിയവർക്ക് വീണ്ടും പെൻഷൻ കൊടുത്തു. 10,406 പേർക്ക് ഇത്തരത്തിൽ പെൻഷൻ നൽകിയതിൽ സർക്കാരിന് 4,08,00,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. 823 പേർക്ക് ഒരേ പെൻഷൻ ഒന്നിലധികം തവണ നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നമുക്കിപ്പം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ പെൻഷൻ കൊടുക്കേണ്ട തീരുമാനിച്ച ആളുകൾക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഏതോ കുറച്ച് ജീവനക്കാർ ഇതിനായി കച്ചകെട്ടി സെക്രട്ടേറിയറ്റിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അവരെ അനാവരണം ചെയ്യുന്നതിലാകണം ഇനി നമ്മുടെ ശ്രദ്ധയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ആ പേരുകളൊന്നും പുറത്തുവിടാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിൽ വിടേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും CAG റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പുറത്തുവിട്ടത് ഇത്തരത്തിൽ കള്ളപ്പേരിൽ വ്യാജ രേഖകളെല്ലാം ചമച്ച് സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റുന്നു. ഒപ്പം 2 പെൻഷൻ, വിധവാ പെൻഷനും വികലാംഗ പെൻഷനും എല്ലാം ഒന്നിലധികം തവണ പെൻഷൻ വാങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ക്രമക്കേടുകളെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകളാണ്. അതായത് ഒരുപക്ഷെ ഇതിൽ ഒരു ഫീൽഡ് തല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട്. അതായത് ഫീൽഡിൽ പോയി ഒരാൾ പെൻഷന് യോഗ്യനാണോ അല്ലയോ എല്ലാം ഓരോ വർഷവും പരിശോധിക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ പരിശോധിച്ച് അവർ യോഗ്യരല്ല എന്ന് കണ്ടെത്തി, പക്ഷേ കണ്ടെത്തിയ ശേഷം വീണ്ടും അവർക്ക് പെൻഷൻ അനുവദിച്ച ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് CAG റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ. അത് പ്രകാരം 10,406 പേർക്കാണ് ഒരു തവണ അയോഗ്യരാണെന്ന് കണ്ടെത്തുകയും അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടും വീണ്ടും അവർക്ക് പെൻഷൻ നൽകിയത്. അത് 10,406 പേർക്കായി 4,08,00,000 രൂപ ഇങ്ങനെ വിതരണം ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അതുകൂടാതെ ഒരാൾക്ക് തന്നെ ഒന്നിലധികം തവണ ഒരേ പെൻഷൻ, അതായത് ഒരുപക്ഷെ ഒരാൾക്ക് ലഭിക്കുന്നത് വികലാംഗ പെൻഷൻ ആണെങ്കിൽ ഒരു മാസം 2-3 വികലാംഗ പെൻഷൻ ലഭിച്ച വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ വാർദ്ധക്യ പെൻഷനാണ് ലഭിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ ഒന്നിലധികം തവണ ഒരാൾക്ക് തന്നെ പെൻഷൻ നൽകുന്നു. ഒരേ പട്ടികയിൽ ഇരട്ടിക്കൽ ഉണ്ടായിരിക്കുന്നു. ആ രീതിയിൽ ഒന്നിലധികം തവണ 823 പേർക്കാണ് പെൻഷൻ നൽകിയത്. അതിലൂടെ 3,83,00,000 രൂപയാണ് സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ വിധവാ പെൻഷൻ ഒപ്പം വിധവാ പെൻഷൻ അർഹതയില്ലാത്തവർ വാങ്ങുന്നു. ഭർത്താവ് മരിച്ചിട്ടില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ വിധവകളാണ് എന്ന് അനർഹമായി റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് ഇത്തരത്തിൽ അനർഹമായി തന്നെ ഈ പെൻഷൻ കൈപ്പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗുരുതര വീഴ്ചയാണ്. റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും വീണ്ടും അവർക്ക് തന്നെ പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് തട്ടിപ്പിൻ്റെ കൂടുതൽ കഥകൾ നമ്മോട് പറയുന്നത്. ക്ഷേമ പെൻഷനിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ വകുപ്പ് തല നടപടി വരും. കൈപ്പറ്റിയ പണം അടപ്പിക്കാനും നിർദ്ദേശം കൊടുത്തു. മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. ഈ തട്ടിയെടുത്ത പണം തിരിച്ചടച്ചതുകൊണ്ട് മാത്രം കാര്യമായോ എന്ന് ചോദിച്ചാൽ ഇല്ല. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഗൗരവമായി കണ്ടാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. തദ്ദേശ വകുപ്പുകളിലെ മന്ത്രിമാരും പ്രധാന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തട്ടിപ്പുകാർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. മസ്റ്ററിംഗും കൂടുതൽ കാര്യക്ഷമമാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന്
ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണവകുപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ളത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നിർദ്ദേശിക്കുക. അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. BMW വാഹന ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കാനാണ് തീരുമാനം. അനർഹരെന്ന് കണ്ടെത്തിയ 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 മലപ്പുറം, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ 24 പുറത്തുവിടുകയാണ്. ചിലർ ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങിയെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ചവരുടെ പേരിൽ ദീർഘകാലം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തെന്നും കണ്ടെത്തലുണ്ട്. 24 എക്സ്ക്ലൂസീവ്. സർക്കാർ ജീവനക്കാരിൽ ഒതുങ്ങില്ല സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് കഥകൾ. 2023 സെപ്റ്റംബറിൽ CAG സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകൾ. സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെ പേരുകൾ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാതെ ദീർഘകാലം അവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. മരിച്ചവരുടെ പട്ടികയിൽ 4039 പേരുകൾ പരിശോധിച്ചതിൽ 1698 പേർക്കും പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തി. ഇതിൽ മാത്രം നഷ്ടം 2,63 ലക്ഷം രൂപ. തീർന്നില്ല, ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്ന വനിതകളുണ്ടെന്നും കണ്ടെത്തി. ഇത്തരത്തിൽ 13 കേസുകളാണ് കണ്ടെത്തിയത്. ഭർത്താവ് മരിക്കാത്തവരും വിവാഹമോചനം നേടാത്തവരും വരെ വിധവാ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടി. വിധവാ പെൻഷൻ ക്രമക്കേടിൽ മാത്രം 1,80 ലക്ഷം രൂപയാണ് നഷ്ടം. നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിലാണ് കൂടുതലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലധികം പേരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചല്ല CAG ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയൊരു വിഭാഗത്തിനിടയിൽ നടത്തിയ സർവേയിലാണ് ഇത്രത്തോളം ഗുരുതരമായ കണ്ടെത്തലുള്ളത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നന്ദൻ KV ചോദിക്കുന്നു, ഈ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വാർത്ത മാത്രമേ ഉള്ളൂ? അല്ല, ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. CPIM ആലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം. അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയായി മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശിച്ച പേര് വെട്ടി. അമ്പലപ്പുഴയ്ക്ക് പുറത്തു നിന്നുള്ള യുവ നേതാവ് രാഹുലിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ടെലിഫോണിലാണ് മനീഷ് മഹിബാൽ ഉള്ളത്. മനീഷ്, യഥാർത്ഥത്തിൽ മന്ത്രി സജി ചെറിയാൻ നൽകിയ പേരാണോ നിർദ്ദയമായി വെട്ടിക്കളഞ്ഞത്? അതെ, ഈ ഏരിയ സമ്മേളനത്തിലെ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലാണ് മന്ത്രി സജി ചെറിയാൻ മുന്നോട്ട് വെച്ച പേര് ആ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ മുൻ മന്ത്രി G. സുധാകരനെ ക്ഷണിച്ചില്ല എന്ന പേരിൽ വിവാദം നേരിട്ട ഏരിയ സമ്മേളനത്തിലെ ഇന്ന് ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലാണ് വലിയ തർക്കമുണ്ടായത്. അതായത് നിലവിലെ കാലാവധി അവസാനിച്ച് ഓമനക്കുട്ടന് പകരം പുതിയ ഏരിയ സെക്രട്ടറിയായി ഉയർത്തിക്കൊണ്ടുവന്നത് മന്ത്രി ഉയർത്തിക്കൊണ്ടുവന്ന പേര് ശ്യാംജിയുടേതായിരുന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായിട്ടുള്ള ശ്യാംജിയുടെ പേര് പക്ഷേ മറ്റ് 2 ഏരിയ സെന്റർ നേതാക്കളായിട്ടുള്ള ബൈജു, AP ഗുദൽ എന്നിവർ ഈ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അവകാശം ഉന്നയിച്ചു. ഒരിക്കലും ശ്യാംജിയെ മുമ്പ് ഉന്നയിച്ച പേര് ഉള്ള ആളെ ഏരിയ സെക്രട്ടറി ആക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ആക്കുകയാണെങ്കിൽ തങ്ങൾ ഏരിയ കമ്മിറ്റി വിടും, തങ്ങൾ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോലും മാറി നിൽക്കുമെന്നുള്ള വലിയ തരത്തിലുള്ള ഭീഷണി മുടക്കി. പിന്നീട് ഒപ്പം തന്നെ ഒഴിവാക്കാനായി മറ്റൊരു കാരണം കൂടി ചൂണ്ടിക്കാണിച്ചത് സജി ചെറിയാൻ, G. സുധാകരൻ എന്നിവരുമായി കൂടി ഈ മന്ത്രി മുന്നോട്ട് വെച്ച പേരിലുള്ള ആൾക്ക് അടുപ്പമുണ്ടെന്ന പേരിലും വലിയ ആക്ഷേപം ഉയർത്തും. അങ്ങനെ താങ്ക് യു മനീഷ് മഹിബാൽ. എന്തായാലും മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശിച്ച പേര് വെട്ടി മറ്റൊരാൾ ഏരിയ സെക്രട്ടറിയായി എന്ന വാർത്തയാണ് നമ്മളുമായി മനീഷ് മഹിബാൽ പങ്കുവച്ചത്. ഇനി ശബരിമലയിലേക്ക്. ഇന്നും നല്ല ഭക്തജന തിരക്കായിരുന്നു ശബരിമലയിൽ. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് വർദ്ധിക്കുന്നുവെന്നാണ് സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. 8 മണിവരെ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത് 11,842 പേർ. ഇന്ന് ദർശനം നടത്തിയവരുടെ എണ്ണം 65,000 കടന്നു. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്തു നിന്നും തത്സമയം ചേരുന്നു. അഭിനന്ദ്, ഇന്ന് പൊതുവേ തിരക്ക് കൂടുതലായിരുന്നോ?
തീർച്ചയായിട്ടും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു അവധി ദിനമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 65,451 ഭക്തജനങ്ങളാണ് 9 മണി വരെയുള്ള കണക്ക് പ്രകാരം ഇവിടെ എത്തിയിട്ടുള്ളത്. 14,251 പേരാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇന്ന് ദർശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഒരു കുറവ് ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം അല്പസമയം മുമ്പ് വരെ ഒരു ചെറിയ മഴയൊക്കെ ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സന്നിധാനത്തും ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 3 മണിക്ക് ദർശനം ആരംഭിച്ച് ഇങ്ങോട്ട് വലിയ ഒരു ഒഴുക്ക് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പമ്പ മുതൽ ഇങ്ങോട്ട് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സേനയിൽ അടക്കം മാറ്റം വരുത്തിക്കൊണ്ടുള്ള അപ്പാച്ചിമേട്, നീലിമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ചെറിയ ഒരു സംഭവമുണ്ട്. ഡോളി തൊഴിലാളികളായിട്ടുള്ള 4 പേർ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള അടക്കമുള്ള സാധനങ്ങൾക്കൊക്കെ കൃത്യമായൊരു വില നൽകണം, അതിനപ്പുറത്തേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഡോളി തൊഴിലാളികൾ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് പമ്പ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കാര്യം, ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് 9 പേർ ഈ സീസണിൽ മരിച്ചു. ഇന്ന് ഒരു മരണം സംഭവിച്ചു. കർണാടക സ്വദേശിയായിട്ടുള്ള പുട്ട സ്വാമിയാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു തീർത്ഥാടന കാലമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഭക്തജനങ്ങൾക്ക് ഉറപ്പാക്കുന്നത് വഴി വലിയ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മണ്ഡലകാലം 15-ാം ദിവസത്തിലേക്ക് കടന്നു പോവുകയാണ്. SK. ഓക്കെ, താങ്ക് യു YS അഭിനന്ദ്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. LM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മനോജ് കുമാറിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് അമ്പലപ്പുഴ CPM പ്രശ്നം അവർ പരിഹരിച്ചോളും, അതിൻ്റെ പിന്നാലെ പോകണ്ട എന്നാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അമിത ഭാരം കയറ്റിയതിന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോ ഡ്രൈവർക്ക് 20,000 രൂപ പിഴയിട്ടു. പാസഞ്ചർ ഓട്ടോ ഡ്രൈവറായ തിരുവനന്തപുരത്തെ ശിവപ്രസാദിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും വലിയ പിഴ ചുമത്തി കൊടുത്തത്. ഓട്ടോയിൽ വീട്ടിലേക്കുള്ള ബോക്സ് കൊണ്ടുപോയതിനാണ് പിഴ. എനിക്ക് ഈ മാസം 18-ാം തീയതിയാണ് ഈ പെറ്റി വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഈ സംഭവം ഓൺലൈനിൽ കാണുന്നത്. ഈ 20,000 രൂപയാണ് എനിക്ക് പെറ്റിയായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനൊക്കെ ഒരു ബോക്സ് മാത്രം വണ്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് വെച്ചതിനാണ് ട്രാഫിക് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി ഈ പെറ്റി അടിക്കുന്നത്. ഇന്നലെയാണ് എനിക്ക് ഓൺലൈനായിട്ട് ഈ വണ്ടി ഇത് കണ്ടായിരുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് എനിക്ക് വന്നിട്ടുള്ളത്. എന്നെ പോലെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ മാസം വണ്ടി ഓടിയപ്പോൾ നമുക്ക് 20,000 രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ഗവൺമെൻറ് തന്നെ ഇറക്കിയിട്ടുള്ള സ്മാർട്ട് സിറ്റിയുടെ ബസ് വന്നത് കാരണം നമുക്ക് നമ്മളെ പോലുള്ള ഓട്ടോക്കാർക്ക് ഓട്ടം പോലും ഇല്ല. ഇപ്പോൾ ഇല്ല, നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. മാസം 20,000 രൂപ നമ്മളെ കൊണ്ട് ഓടിയാൽ പോലും എടുക്കാൻ പറ്റത്തില്ല ഈ പൈസ. അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് പിഴ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ KB നേരത്തെ പറഞ്ഞിരുന്നു. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ശിവപ്രസാദിന്റെ ഓട്ടോറിക്ഷയുടെ ചിത്രം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ എടുക്കുന്നത്. പിന്നീട് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് പിഴ ചുമത്തിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. ഈ ശിവപ്രസാദ് പറയുന്നതനുസരിച്ച് ഇദ്ദേഹം വീട്ടിലെ ആവശ്യത്തിന് അലൂമിനിയത്തിന്റെ ഒരു ബോക്സ് തന്റെ വാഹനത്തിന് മുകളിൽ വെച്ച് കൊണ്ടുപോയി. ഇത് നിയമലംഘനം എന്ന് കാണിച്ചുകൊണ്ടാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഇട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നതനുസരിച്ച് വാഹന രൂപമാറ്റം വരുത്തുന്ന രീതിയിൽ ലോഡ് കയറ്റിക്കൊണ്ടുപോയി. അതിനാണ് 20,000 രൂപ പിഴ എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. സംസ്ഥാനത്ത് പൊതുവിൽ ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഇങ്ങനെ നിയമലംഘനം നടക്കുന്ന ഘട്ടത്തിൽ 2,000-3,000 രൂപയൊക്കെയാണ് പൊതുവെ പിഴ ഈടാക്കാറുള്ളത്. ഈ ടിപ്പർ ലോറികൾക്കും മറ്റുമാണ് ഇത്തരത്തിൽ ഉയർന്ന തുക അടിക്കാറുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പുമായി സംസാരിക്കുമ്പോൾ ഇത് നിയമപരമെന്നാണ് മോട്ടോർ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എല്ലാ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല. പിഴയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മാനുഷിക പരിഗണന ഉണ്ടാകുമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷേ ഈ ഓട്ടോ തൊഴിലാളിയായ ശിവപ്രസാദിന്റെ കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണനയും ഉണ്ടായതായി തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം തന്നെ നമ്മോട് പറയുന്നുണ്ട്, വളരെ തുച്ഛമായ പൈസക്കാണ് ഓടുന്നത്. ഒരു മാസം പണിയെടുത്താൽ 20,000 രൂപ പോലും കിട്ടില്ല. പിന്നെ എനിക്ക് ഈ തുക അടയ്ക്കാൻ കഴിയില്ലെന്ന് ശിവപ്രസാദ് തന്നെ പറയുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അന്നാന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തുക മോട്ടോർ
വാഹന വകുപ്പ് ഫൈൻ അടിച്ചിരിക്കുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടേണ്ടതല്ല എന്ന് മന്ത്രി തന്നെ പറയുന്നു. ചില ഇളവുകളും മാനുഷിക പരിഗണന ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഓട്ടോ തൊഴിലാളിക്ക് ഇത്തരത്തിൽ വീട്ടിലാവശ്യത്തിന് വേണ്ടി ലോഡ് കയറ്റിയതിന്റെ പുറത്ത് 20,000 രൂപ പിഴയിടുന്നത്. വിഷയത്തിൽ മന്ത്രി ഉൾപ്പെടെ ഇടപെടേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു പരിഹാരം. താങ്ക് യു എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം കൊണ്ടുവരുന്നു. കാര്യം ഒരു സാധാരണ തൊഴിലാളിക്കൊക്കെ 20,000 രൂപ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മൂക്കുമുട്ടി താഴെ വീഴത്തേ ഉള്ളൂ, വല്ല ഒന്നും സംഭവിക്കില്ല. എന്തായാലും മനുഷ്യത്വപരമായ സമീപനം കാണും എന്ന് താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആളുകളോട് പറഞ്ഞതൊക്കെ നാട്ടുകാർ മറന്നു കാണില്ല. അതുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ഈ തൊഴിലാളിക്ക് ഒരു ആശ്വാസം പകരട്ടെ എന്നാണ് നമ്മുടെ ഒരാഗ്രഹം. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, SKN വിലക്കയറ്റം ഒന്നും കണ്ണിൽ പെടുന്നില്ലേ? ഇപ്പോൾ എന്നാ വിലയാണെന്നറിയോ? ഉള്ളിക്കൊക്കെ കിലോയ്ക്ക് 85 രൂപയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വിലക്കയറ്റം നമ്മൾ കാണാതെ പോകുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്നത്തെ വാർത്താപ്പകൽ വന്ന പ്രധാനപ്പെട്ട ചില വാർത്തകളിലൂടെ വാർത്താപ്പകൽ. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് കുറ്റവിചാരണ സദസ്സിനിടെ പോലീസുകാരൻ ഫോട്ടോ എടുത്തതിൽ പ്രതിഷേധം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കേൾക്കും. ഡിസംബർ 3 വൈകിട്ട് 5 മണിക്ക് നേരിട്ട് ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ AICCക്ക് നോട്ടീസ് നൽകി. മഹാരാഷ്ട്ര കേരള കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 120-ലധികം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടി. കണ്ണൂർ പഴയങ്ങാടിയിൽ തെങ്ങ് പിഴുതുമാറ്റുന്നതിനിടെ ദിശ തെറ്റി വീണ് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. മൻസൂർ സമീറ ദമ്പതികളുടെ മകൻ നിസാലാണ് മരിച്ചത്. മൂന്നാർ ടാറ്റ ടീ മ്യൂസിയത്തിന് സമീപം കാട്ടുപോത്തിറങ്ങി. വിനോദസഞ്ചാരികൾക്കിടയിലേക്കാണ് കാട്ടുപോത്ത് ഓടിക്കേറിയത്. ആളുകൾ മാറിയതിനാൽ അപകടമൊഴിവായി. കണ്ണൂർ മാക്കൂട്ടൻ ചുരത്തിൽ വാഹനാപകടം. കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി ബുദ്ധറാം. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർക്കിനി ബയോമെട്രിക് പഞ്ചിംഗ് മാത്രം. ഹാജർ ബുക്ക് ഒഴിവാക്കി. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പൂർണ്ണമായും നടപ്പാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ വിവാദത്തിൽ സത്യവാങ്മൂലവുമായി ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടുവെന്ന ദേവസ്വം. ബംഗ്ലാദേശിൽ 3 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം. ചിറ്റഗോങ്ങിലെ ശനിക്ഷേത്രത്തിന് കേടുപാടുണ്ടായി. ഇന്ത്യയിലെ ബംഗ്ലാദേശ് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മതിയായ സുരക്ഷ നൽകണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെ കൂട്ടവധിയിൽ നടപടിയുമായി തിരുവനന്തപുരത്തെ ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നു. 3 ജീവനക്കാരെ സ്ഥലമാറ്റും. വില്ലേജ് ഓഫീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വെള്ളിയാഴ്ച കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി എ വി ജയശങ്കർ വീണ്ടും ചേരുന്നു. ജയശങ്കർ, ആദ്യം തഹസീൽദാർ കൊടുത്ത റിപ്പോർട്ട് ഇവരെ എന്തോ ടൂർ പോയതാണെന്നോ എന്തോ ഗുണതന്യായമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നടപടി വരുന്നു എന്നാണ്. നടപടി ഉടനടി. SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിൽ ജീവനക്കാർ കൃത്യമായി അവധി അപേക്ഷ ഉൾപ്പെടെ നൽകിയാണ് ഇത്തരത്തിൽ അവധിയെടുത്തതെന്നൊക്കെയായിരുന്നു റിപ്പോർട്ട് പരാമർശിച്ചിരുന്നത്. എന്തായാലും വിഷയത്തിൽ കളക്ടറും ADM ഒക്കെ ഇടപെട്ടു. നിലവിൽ ഈ ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ മറ്റൊരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് രാവിലെ CPM പ്രവർത്തകർ ഉൾപ്പെടെ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമായി എത്തിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലായത്. എന്തായാലും ഈ വില്ലേജ് ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വില്ലേജ് ഓഫീസാണ്. പല സാങ്കേതിക പ്രശ്നങ്ങളും വില്ലേജ് ഓഫീസിലെ ചില രേഖകളും മറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് അമിതഭാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വരുന്ന ഡിസംബർ 6-ന് ഒരു യോഗം ചേരാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. തഹസിൽദാരും ഒപ്പം തന്നെ ഈ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ, സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ ഓഫീസിലെ മുഴുവൻ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നാട്ടുകാർ ഉന്നയിച്ച ആക്ഷേപങ്ങളും പരാതികളും ചർച്ചയ്ക്ക് വരും. എന്തായാലും അത്തരത്തിൽ ഈ പ്രശ്നം ഒരു തരത്തിൽ പരിഹരിക്കുകയും മറ്റൊരു തലത്തിൽ ഇന്നലെ ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിച്ച ചില ജീവനക്കാരെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടും പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരുടെ പ്രതിഷേധം മൂലം നിരവധി പൊതുജനങ്ങളാണ് ബുദ്ധിമുട്ടിയത്. പല പ്രധാനപ്പെട്ട രേഖകളും
രേഖകളിൽ ഒപ്പിടാൻ വന്ന ആളുകളും ഒപ്പം തന്നെ മറ്റു പല നികുതി ഉൾപ്പെടെ ആവശ്യങ്ങൾക്ക് വന്ന ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം പരിഗണിച്ചാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇതിന്റെ തുടർ കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും, തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും ഇതിന്റെ ഉത്തരവും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. എസ് കെ, മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂരിലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോരെ കയ്യാങ്കളിയിൽ. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് ക്യാമ്പിൽ നിന്ന് എ ഗ്രൂപ്പ് പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാത്തതിൻ്റെ തർക്കമാണ് ഇതിന് കാരണമായത്. വാക്കുതർക്കം അവസാനം കയ്യാങ്കളിയിൽ വരെ എത്തി. പാർട്ടിയിൽ ഇപ്പോൾ കയ്യാങ്കളിയുടെ സീസണാണെന്ന് തോന്നുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ് സജി, കാര്യമായി പ്രശ്നമൊന്നുമില്ലല്ലോ? സന്തോഷം. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ DCC ഓഫീസിലടക്കം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് ഇന്ന് ഗുരുവായൂരിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഗ്രൂപ്പ് പോരുണ്ടാകുന്നത്. പിന്നീട് ഈ തർക്കം ആദ്യഘട്ടത്തിൽ വാക്കുതർക്കമായിരുന്നു, പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതോടുകൂടി മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള AC സക്കൂറിനെ ഈ കോൺഗ്രസിന്റെ തന്നെ ഈ നടന്ന ബ്ലോക്ക് ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ 2 സംസ്ഥാന ഭാരവാഹികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇത് A വിഭാഗം നേതാക്കൾ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ വാക്കുതർക്കവും കയ്യാങ്കളിയിലേക്കും അടക്കം കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതോടുകൂടി തന്നെ A ഗ്രൂപ്പ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് എന്നാൽ ഈ യോഗം, അതായത് ഈ ക്യാമ്പ് ബഹിഷ്കരിക്കാമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് A ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മുഴുവൻ ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് TN പ്രതാപന്റെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് TN പ്രതാപന് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നാളെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം അടക്കം ചേരാനിരിക്കുകയാണ്. വീണ്ടും തൃശ്ശൂരിൽ ഈ ഗ്രൂപ്പ് പോർവിളിയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. CPIM സമ്മേളനത്തിൽ വിഭാഗീയത ശക്തമായ കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഇന്ന് പിരിച്ചുവിട്ടു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പ്രത്യേക യോഗമാണ് ഈ തീരുമാനമെടുത്തത്. അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനത്തിലേക്കും നീങ്ങിയതോടെയാണ് നടപടിയുടെ വഴി പാർട്ടി സ്വീകരിച്ചത്. തെറ്റായ ഒരു പ്രവണതയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ പലതവണ നേരിട്ട് ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായിരുന്നില്ല. കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കളായ സോമപ്രസാദിനെയും K രാജഗോപാലിനെയും പൂട്ടിയിടുന്ന സാഹചര്യം വരെ കാര്യങ്ങളെത്തി. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കരുനാഗപ്പള്ളിയിലെ ഒരു വിഭാഗം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് സമ്മേളനകാലത്തെ അസാധാരണ നടപടിയിലേക്ക് CPIM കടന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ കൺവീനറായി 7-അംഗ അഡ്ഹോക് കമ്മിറ്റിക്കാണ് കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല. സംസ്ഥാന സമ്മേളനത്തിന് വേദിയായ ജില്ലയിൽ പാർട്ടിയിലെ പരസ്യപ്പോര് ഗൗരവത്തോടെയാണ് നേതൃത്വം കണ്ടത്. അരുൺരാജ്, 24 കൊല്ലം. പത്തനംതിട്ടയിലെ തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും വിഭാഗീയതയിൽ വലഞ്ഞ CPIM നിർത്തിവെച്ച തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പിന്നീട് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കൊഴിഞ്ഞാമ്പാറയിലോ CPIM വിമതർ സമാന്തര ഓഫീസും തുറന്നു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പങ്കെടുത്ത തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പ്രവർത്തന റിപ്പോർട്ടിന്റെ പേരിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തിയപ്പോൾ നേതൃത്വം ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. പീഡനക്കേസ് പ്രതിയായ പ്രാദേശിക നേതാവ് സജിമോനെതിരെ നടപടിയെടുക്കാൻ തീരുമാനമെടുത്ത ഡോക്ടർ TM തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇതുൾപ്പെടെ ചർച്ചയാകാതിരിക്കാൻ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുകയായിരുന്നു.
തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും നാളെ രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്താൻ സെക്രട്ടറി KP ഉദയഭാനു നിർദ്ദേശം നൽകി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വിമതർ സമാന്തര ഓഫീസ് തുറന്നു. ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നാണ് വിശദീകരണം. കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് വിഭാഗീയതയ്ക്ക് കാരണം. 24 പത്തനംതിട്ട, പാലക്കാട്. ആലപ്പുഴയിലെ CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ഇന്ന് BJPയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയത്തിൽ ആകർഷണമായിട്ടാണ് താൻ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയതെന്ന് ബിപിൻ സി ബാബുവിൻ്റെ പ്രതികരണം. ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ബിപിൻ സി ബാബുവിനെതിരെ നേരത്തെ CPM നടപടിയെടുത്തിരുന്നു. സംഘടനാ പർവ്വ യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ബിപിൻ സി ബാബുവിന്റെ പാർട്ടി പ്രവേശം പ്രഖ്യാപിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ദുഗ് അംഗത്വം നൽകി. ബിപിൻ ബാബു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ്. അദ്ദേഹം കൃഷ്ണപുരം ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. BJPയിലെത്തിയ ബിപിൻ സി ബാബു ആലപ്പുഴ CPMനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു. ബോധ്യപ്പെടുത്തേണ്ട എല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല. അത് ബോധ്യപ്പെടാത്തത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നില്ല. ഒരു കോക്കസ് അതാണ് അവിടെ നടക്കുന്നത്. ബിപിൻ സി ബാബുവിന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ കഴിഞ്ഞ വർഷം CPM പാർട്ടി അംഗത്വത്തിൽ നിന്ന് ബിപിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CPM ഏരിയ കമ്മിറ്റി അംഗം എന്നീ പദവികളായിരുന്നു ബിപിനുണ്ടായിരുന്നത്. തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയും പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. സംഘടനാ നടപടികളെല്ലാം കഴിഞ്ഞതാണെന്നും ഇനി അതിന് പ്രസക്തിയില്ലെന്നുമായിരുന്നു ബിപിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ പ്രവർത്തന മേഖലയായിരുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും G. സുധാകരനെ ഇന്ന് ഒഴിവാക്കി. എന്നാൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് G. സുധാകരനെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ ന്യായീകരണം. 3 വർഷം മുൻപ് വരെ ആലപ്പുഴ പാർട്ടിയിലെ അമരക്കാരൻ. എന്നാൽ ഇത്തവണ 12 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പോലും G. സുധാകരൻ ക്ഷണിക്കപ്പെട്ടില്ല. ഇന്നലെ CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് പൊതുസമ്മേളനവും. G. സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. സമ്മേളന ദിവസം G. സുധാകരൻ വീട്ടിലുമുണ്ട്. എന്നാൽ ജന്മനാട്ടിലെ പാർട്ടി സമ്മേളനത്തിലും അദ്ദേഹം ക്ഷണിക്കപ്പെട്ടില്ല. നിലവിൽ ജില്ലാ കമ്മിറ്റി ക്ഷണിതാവും ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗവുമാണ് G. സുധാകരൻ. പൊതുവേദികളിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ G. സുധാകരൻ നടത്തുന്ന പരോക്ഷ വിമർശനങ്ങളും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്ന വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി R. നാസർ രംഗത്തെത്തി. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ CPIM അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന് അച്ചടക്ക നടപടിയെന്നോണം താക്കീത് നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണെന്ന് G. സുധാകരൻ അടുത്തിടെ പറഞ്ഞത് വിവാദമായിരുന്നു. 24 ആലപ്പുഴ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ കേരളോത്സവ നോട്ടീസിൽ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് ആരോപണം. സമാപന യോഗത്തിൻ്റെ നോട്ടീസിൽ CPM പ്രതിനിധിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പേരിന് താഴെയാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ പേര് വെച്ചതെന്ന് ആക്ഷേപം. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഈ പേര് വെച്ചതിലൊരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഐസ്കൻ, എന്തായാലും ഈ ഗ്രാമങ്ങളിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു മത്സരമാണ് കേരളോത്സവം. വിതുര ഗ്രാമപഞ്ചായത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയാണ് ഈ കേരളോത്സവത്തിനായി തീരുമാനിച്ചിരുന്നത്. ഡിസംബർ 3-നാണ് ഇതിന്റെ സമാപന സമ്മേളനം. ഇതിന്റെ നോട്ടീസിലാണ് ചെറിയ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഈ ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ കാര്യമൊന്നുമല്ല. ഈ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഈ സമാപന സമ്മേളനത്തിന്റെ നോട്ടീസിൽ ഈ അധ്യക്ഷയുടെ പേര് വെച്ച് അധ്യക്ഷയായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ G. ആനന്ദിന്റെ പേരാണ് വെച്ചിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് അരുവിക്കര MLA G. സ്റ്റീഫനാണ്. അതിന്റെ താഴെയായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ പഞ്ചായത്തിന്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സന്ധ്യ BS ആണ്. ഇതിന്റെ താഴെയാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം സോഫി തോമസ്, ഇവരുടെ 2 പേരുകളും ആശംസകളുടെ ആ കോളത്തിന് നേർക്കാണ് ഇവരുടെ 2 പേരുകളും വെച്ചിട്ടുള്ളത്. ഇത് അപമാനിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നിലവിൽ LDF ആണ് വിതുര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ നോട്ടീസ് എന്തായാലും മാറ്റി പുതുക്കി ഇറക്കിയില്ലെങ്കിൽ വരുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ ഒരു ഭീഷണി. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ആദ്യ ഭാഗം കരതൊട്ടു. മധ്യഭാഗം കരതൊടുമ്പോൾ
ഈ ചുഴലിക്കാറ്റിന് 90 കിലോമീറ്റർ വരെ വേഗം ലഭിക്കുമെന്നാണ് സാധ്യത. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചെന്നൈയിലെ മഴയുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴും കാറ്റ് വീശുന്നുണ്ടോ? മറ്റ് കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വിവരങ്ങൾ. SKN 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് 10 മണിക്കാണ് അടുത്ത കാലാവസ്ഥ അലേർട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ റെഡ് അലേർട്ട്, ഏതൊക്കെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിക്കും. അല്പസമയം മുമ്പ് നമ്മൾ ചെന്നൈ കോർപ്പറേഷൻ മേയർ പ്രിയയുമായി സംസാരിച്ചിരുന്നു. അവർ നൽകുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ അതീവ ജാഗ്രത പുലർത്തണം. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ ചെന്നൈയിലില്ല. കാര്യം ഇപ്പോൾ ചെന്നൈയിൽ അടിക്കുന്ന കാറ്റും ഈ ഒരു ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ എഫക്റ്റ് മൂലമുണ്ടാകുന്ന കാറ്റാണ്. അത് കുറച്ചുകൂടി വലിയ തോതിൽ ഈ കാറ്റടിച്ചിരിക്കും. കുറച്ചുകൂടി വേഗം കാറ്റിന് വരും. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ഭയക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഒപ്പം സർക്കാർ സ്വീകരിച്ച മുൻകരുതലുകളൊക്കെയും അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലേർട്ടായി വരുന്നത് ചെങ്കൽപ്പെട്ട് മുതൽ കടലൂർ വരെയുള്ള ഈ തീരദേശ മേഖലകളിൽ ഇനി അടുത്ത 1 മണിക്കൂർ അതിശക്തമായ കാറ്റായിരിക്കും. ഈ മേഖലയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്കൽപ്പെട്ട് മുതൽ കൂടല്ലൂർ വരെയുള്ള ഈ തീരദേശ മേഖലകളിലാകെ സത്യത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഒപ്പം തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാറ്റിൻ്റെ തോത് കഴിഞ്ഞ 1 മണിക്കൂറിൽ തന്നെ ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും കുറച്ചുകൂടി കൂടും. ശരിക്കും ഒരു 3 മണിക്കൂർ, ഈ ഒരു അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കാറ്റിൻ്റെ പ്രശ്നം അവസാനിക്കും. പിന്നീട് പകൽ നല്ല മഴയുണ്ടാകും. നാളെ പുലർച്ചെ വരെ മഴയുണ്ടാകുമെന്നാണ് പറയുന്നത്. ചെന്നൈയിൽ അല്പസമയമായി മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ കാറ്റടിക്കുന്നുണ്ട്. മറീന ബീച്ചിലേക്കുള്ള വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഏറ്റവും പ്രധാനമായി, മാത്രമല്ല ചെന്നൈയിലും അടുത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെയും ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇടറോഡുകൾ ലിങ്ക് റോഡുകളൊക്കെ തന്നെയും അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും മെയിൻ റോഡുകൾ വഴി മാത്രമേ ഗതാഗതം അനുവദിക്കുന്നുള്ളൂ. പോലീസ് ഓരോ പോയിന്റുകളിലും ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ രാത്രിയിൽ പ്രധാനമായും ചെന്നൈയിലും അടുത്തുള്ള ജില്ലകളിലുമൊക്കെ കാണാൻ കഴിയുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ രാവിലെ വരെ അനാവശ്യമായി ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ചെന്നൈയിലെ വിമാനത്താവളം നാളെ രാവിലെ പുലർച്ചെ 4 മണി വരെ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധികം മഴ പെയ്തത് തമിഴ്നാട്ടിലെ വിഴിപ്പുറത്തായിരുന്നു. എന്തായാലും ഈ ഷോക്കേറ്റ മരിച്ച ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകളും അറിയിപ്പുകളും നോക്കാം. കേരളം നാളെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. IMCH ദന്തൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് എന്നിവിടങ്ങളിലും പുതിയ OP ടിക്കറ്റ് നിരക്ക് ബാധകമായിരിക്കും. തിരുവമ്പാടി കൂടരഞ്ഞി കൂമ്പാറ തോട്ടുമുഖം റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുകൊണ്ട് നാളെ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുവമ്പാടിയിൽ നിന്നും കൂടരഞ്ഞി ഭാഗത്തേക്കും തിരിച്ചും പോകേണ്ട വാഹനങ്ങൾ തിരുവമ്പാടി പുന്നക്കൽ മലയോര ഹൈവേ വഴി തിരിച്ചു വിടണം. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് വർക്കല നഗരസഭാ പരിധിയിൽ നാളെ ജലവിതരണം മുടങ്ങും. ഇടവ ഉൾപ്പെടെ 7 പഞ്ചായത്തുകളിലും നാളെ ജലവിതരണം ഉണ്ടാകില്ല. കണ്ണൂരിൽ നാടകോത്സവം നാളെ മുതൽ. നാടക സംവിധായകൻ ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്യും. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ഇനി വാൽകൃഷ്ണനും. ഡോക്ടർ P. സരിൻ പാലക്കാട്ട് വിജയിച്ചില്ലെങ്കിലും പാർട്ടിയോട് യോജിച്ച് പ്രവർത്തിക്കാൻ സരിനെ സഹകരിപ്പിക്കാൻ പാർട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. പാലക്കാട് നിന്നും സരിൻ AKG സെൻറ്ററിലേക്ക് ഒരു വലിയ യാത്ര നടത്തി. ആദ്യമായി AKG സെൻറ്ററിലേക്ക് നടത്തിയ യാത്രയിൽ ഡോക്ടർ സരിൻ എന്തെല്ലാം പഠിച്ചു കാണാം. അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. മനസ്സിൽ വല്ലാതെ വിഷമങ്ങളുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഒരു യാത്ര പോവും. അങ്ങനെ മനസ്സിൽ വല്ലാത്ത വിഷമമുള്ള 2 ആളുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി. ഹലോ മിസ്റ്റർ മാമച്ചൻ. നീയായിരുന്നോ? ഞാൻ വിചാരിച്ച എന്റെ കട്ടൗട്ടർ ചാരി വെച്ചിരിക്കുകയാണ്. എന്താ ഈ വേഷത്തിൽ? അല്ല നമുക്ക് പോട്ടെ. പാലക്കാട്ടെ റിസൾട്ടിന് ശേഷം വിഷമം വന്നതാണ് ഈ 2 ആൾക്കും. അങ്ങനെ സരിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ പറഞ്ഞു നമുക്ക് തിരുവനന്തപുരം വരെ ഒരു റൈഡ് പോവാന്ന്. അമ്മയോട് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിയതാ. പക്ഷേ എന്റെ ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. അതോർത്ത് മാമച്ചൻ പേടിക്കണ്ട, ഞാനിവിടെ തൂങ്ങി പിടിച്ചോളാം. അങ്ങനെ യാത്ര പോയി. ഇത് വെറൊരു യാത്രയല്ല,
ഒരു സ്റ്റഡി ടൂറാണ്. അതായത് പുതിയ സഖാവായ സരിൻ സഖാവിന് പാർട്ടീനെക്കുറിച്ചും ചില ആളുകളെയൊക്കെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ സരിന് വേണ്ടി ഒന്നാമതായിട്ട് ബാലൻ സഖാവ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് AKG സെൻ്ററാണ്. അതായത് സരിൻ സഖാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. പുതിയ സഖാവായ സരിൻ സഖാവ് ഭക്തിയോടെ AKG സെൻ്റർക്ക് കയറി പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ പുതിയ പയ്യനാ യൂത്തിന്റെ. ഇനി പ്രധാനപ്പെട്ട ചില ആളുകളെ പരിചയപ്പെടലാണ്. പാലക്കാട് MLA ആയിട്ടില്ലെങ്കിലും സരിനെ വെറുതെ ഇരുത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടില്ലത്രേ. സരിന് വേണ്ടി പാർട്ടി ചില പദ്ധതികളൊക്കെ തയ്യാറാക്കി കൊടുത്തേ. ഡോക്ടർ P. സരിൻ ആദ്യമായിട്ട് AKG സെൻറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അല്ല സരിനെ, എന്താണ് ഇപ്പോൾ തീരുമാനം? മനുഷ്യൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത്. ശരി, എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ആ മാറ്റം? എങ്ങനെ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിന്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് തുടരും. ആയിക്കോട്ടെ. അല്ല, ഈ മെമ്പർഷിപ്പിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? പഠിത്തങ്ങാനും കിട്ടുമോ? പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതിന് 2 കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം. അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്. അപ്പൊ പ്രാഥമികമായിട്ട് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു. വേറെന്തൊക്കെയാ പഠിപ്പിച്ചേ? വിശ്രമിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. വിശ്രമിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഉണ്ടാകും എന്നുള്ളതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നത്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ AKG സെന്റർക്കുള്ള സ്റ്റഡി ടൂർ? കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക എന്നുള്ളതിന്റെ ആ ശീലത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പൊ സരിന് പറഞ്ഞ പോലെ കേട്ടും കണ്ടും കൊണ്ടും ഒക്കെ ഒരുപാട് പഠിക്കാൻ വേണ്ടി ഇനിയും AKG സെന്റർക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ സരിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബാലകൃഷ്ണത്തിൻ്റെ ഈ എപ്പിസോഡോടെ നമ്മൾ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നമ്മളിനി കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.